പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഥകൾ കേൾക്കാൻ നമുക്ക് വളരെ രസമാണ്. നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് അനിമലാണ്. പ്രത്യേകിച്ച് അപവാദ കഥകളാകുമ്പോൾ അങ്ങേയറ്റം താല്പര്യം ജനിക്കും. ഞാനിവിടെ ഒരു അപവാദ കഥ പറയാൻ പോവുകയാണ്. ഒരു അറേബ്യൻ അപവാദ കഥ. ഈ കഥയിലെ കഥാനായിക ഉമ്മുൽ മുഅ്മിനീൻ, അതായത് മുസ്ലിങ്ങളായ ആളുകളുടെ മാതാവിനെക്കുറിച്ചാണ്. മാതാവെന്നല്ല, ആരെക്കുറിച്ചും അപവാദം പറയുന്നത് ശരിയല്ലെങ്കിലും മനുഷ്യർ ഒളിഞ്ഞു നോട്ടക്കാരൻ കൂടി ആയതുകൊണ്ട് അപവാദങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ്. അന്യൻ്റെ കിടപ്പുമുറിയിൽ നോക്കേണ്ട കാര്യം ആർക്കുമില്ല. പക്ഷേ ദൈവം പോലും അതിൽ നിന്ന് അന്യനല്ല. അദ്ദേഹം പോലും കിടപ്പുമുറിയിൽ എന്തു വേണം, എങ്ങനെ വേണം, എപ്പോൾ വേണം, എന്തു പാടില്ല, എന്തൊക്കെ പാടില്ല എന്ന് സവിസ്തരം കിതാബിൽ വരെ പറഞ്ഞു വച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപവാദ കഥ, ഉമ്മുൽ മുഅ്മിനീൻ്റെ അപവാദ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഈ അപവാദ കഥകൾ പറയുന്നത് തെറ്റാണ്, പിന്നെന്തിനാണ് പരിശോധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപവാദങ്ങളില്ലാത്ത, അപവാദത്തിനുപരിയായി, മനുഷ്യ ഗുണങ്ങൾക്കുപരിയായി ആദർശപരമായ ഗുണങ്ങൾ പേറുന്നവരാണ് നബിയും നബിയെ ചുറ്റി ജീവിച്ച ആളുകൾ. പിന്നീട് വന്ന ആളുകൾക്കൊന്നും അന്ന് ജനിക്കാൻ പറ്റിയില്ല. അത് അവരുടെ ഒരു കുഴപ്പമാണ്. ജനിച്ചിരുന്നുവെങ്കിൽ അവർ ഭയങ്കര മഹാന്മാരായി പോയാൽ നബിയോടൊപ്പം ജീവിച്ച സഹാബാക്കളെ ഉത്കൃഷ്ടരും ശ്രേഷ്ഠരും മഹോന്നതരും മാതൃകാ പുരുഷന്മാരും എന്നു വേണ്ട എന്തെല്ലാം അലങ്കാരങ്ങൾ ചാർത്തിക്കൊടുക്കാനൊക്കുമോ അതൊക്കെ മുസ്ലിങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുക്കും. പക്ഷെ അവർ തന്നെ പറയുന്ന കഥകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അത് ജൂതന്മാരോ യുക്തിവാദികളോ ഒന്നും പറഞ്ഞു പ്രചരിപ്പിക്കുന്നതല്ല. അവരുടെ കഥകളിൽ തന്നെ പറയുന്ന കഥകളിലാണ് ഇത്തരം വൈരുദ്ധ്യങ്ങൾ കാണുന്നത്. അതുപോലെ ഒന്നാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആയിഷയെക്കുറിച്ചുള്ള അപവാദം, ഒരു അറേബ്യൻ അപവാദ കഥ. ഈ ആയിഷ എന്ന കഥാപാത്രത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ 6 വയസ്സായിരിക്കുമ്പോഴാണ് നബിയുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നത്. അല്ല, നബി ഇവരെ വിവാഹം കഴിക്കുന്നത്. ഏർപ്പെടാനുള്ള പക്വതയായിട്ടല്ലോ, 18 തികയണമല്ലോ നമ്മുടെ ഒരു കോർ അനുസരിച്ച്. ഇവിടെ 6 കളിച്ചോണ്ടിരുന്നപ്പോഴാണ് വിവാഹം. പക്ഷേ അതൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിലെ ഒരു അനിവാര്യതകളായിരുന്നു. ഇപ്പം കസ്തൂർബ, ഗാന്ധിജി എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇത്തരം വയസ്സുകളുടെ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ പോട്ടെ. അപ്പം ഇവര് നബിയെ വിവാഹം ചെയ്യുകയും ഇവരുടെ യൗവന കാലഘട്ടത്തിൽ ഒരു ദാമ്പത്യത്തെ അങ്ങേയറ്റം അനുഭവിക്കേണ്ട ഒരു സമയമായപ്പോൾ വൃദ്ധനായ ഭർത്താവ് മരിച്ചു പോകും നബി. പിന്നീട് അങ്ങോട്ട് അവർ ദാമ്പത്യത്തെ പുൽകിയില്ല, അവർക്ക് വിലക്കപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ അവർ കാണിച്ച മതത്തോടുള്ള ശുഷ്കാന്തി. പിന്നെ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് അവർ, സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ ചെയ്തികളൊക്കെ അവർ ഓർത്ത് പിന്നീട് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നബിക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ വികാസങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഇടപെടലുകൾ അവർ നടത്തിയിരുന്നു. നബിയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബിയെക്കുറിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹുറൈറ എന്ന നബിയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളെക്കുറിച്ച്
അവർക്ക് നല്ല അഭിപ്രായമല്ല ഉണ്ടായത്. ഇയാൾ കളവ് പറയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീത്വം അവരുടെ ഉത്കൃഷ്ടമായ ബോധനിലവാരത്തിൻ്റെയും ഓർമ്മയുടെയും യൗവനത്തിൻ്റെയും പക്വത കണ്ട് ഒരു ധീരോദ്ധമായ ഒരു വനിതയുടെ പരിവേഷം അവർക്ക് ആ കഥകളിൽ നിന്ന് ചാർത്തി കിട്ടുന്നുണ്ട്. ഞാൻ അവരുടെ പക്ഷത്താണ്. അവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ അത് എന്തു തന്നെയായാലും അത് പാടില്ല എന്നൊരു വിശ്വസിക്കുന്നയാളാണ്. കാരണം അത്രയ്ക്കും ഒരു ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ചിന്താവിഷ്ടയായ ആയിഷയാണ്. അഗ്നി പരീക്ഷയ്ക്ക് വിധേയവരായവരാണ്. ഹദീസുകൾ പറഞ്ഞവരാണ്. ഉപരി മുസ്ലിങ്ങളുടെ ഉമ്മയാണ്. എന്തായിരുന്നു ഇവരെക്കുറിച്ചുള്ള ആരോപണം? ഇവർക്ക് 9 അല്ലെങ്കിൽ 19 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ആരോപണം. നബി യുദ്ധത്തിന് പോയപ്പോൾ ഇവരെ കൂടെ കൊണ്ടുപോയി. ഇങ്ങനെ സാധാരണഗതിയിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. യുദ്ധമെന്ന് പറയുമ്പോൾ ഇവരുടെ ചരിത്രത്തിൽ പറയുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും യുദ്ധ മുതലുകൾക്കും വേണ്ടിയിട്ട്. പക്ഷേ പുറമേ ഇവർ പ്രസംഗിച്ച് നടക്കുന്നത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചടിച്ചു. എങ്ങനെ? ഡിഫെൻസീവ് മൂഡ്. അങ്ങനല്ല, ഒഫൻസീവ് മൂഡെന്ന് അവരുടെ കഥകൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംഭവം ഞാൻ ചെറുതായിട്ട് വിവരിക്കാം. ആ യുദ്ധം ബനു അൽ മുസ്തലിഖ് എന്ന യുദ്ധത്തിൽ നബി ഇവരെയും കൂടെ കൊണ്ടുപോയി. ഈ പിടിച്ചടക്കൽ, കൊലപാതകം, ഇതൊക്കെയാണല്ലോ യുദ്ധം. മനുഷ്യരാശിക്ക് വിനാശം വരുത്തി വയ്ക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ ഒന്നാണ് യുദ്ധം. നമ്മളിപ്പോൾ വെറുക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അത് പൊന്തി വരുന്നുണ്ട്. എങ്കിലും നമ്മൾ നിരന്തര യുദ്ധമാണ് യുദ്ധത്തോട്. യുദ്ധമെന്ന യുദ്ധത്തോട് നമ്മൾ നിരന്തര യുദ്ധത്തിലാണ്. വേണ്ട, നീ വേണ്ട എന്ന നിലയ്ക്ക്. അങ്ങനെയുള്ളപ്പോൾ ആ യുദ്ധമുഖത്ത് എന്തിനാണ് ഭാര്യമാരെ നബി കൊണ്ടുപോകുന്നത്? ഇപ്പം ഡിഫെൻസീവ് മൂഡ് എന്ന് പറഞ്ഞല്ലോ. ആക്രമിക്കാൻ വരികയാണെങ്കിൽ പ്രത്യാക്രമണത്തിന് പോകുന്നയാൾ എന്തിനാണ് ക്യാമ്പിലേക്ക് ഭാര്യയെ കൊണ്ടുപോകുന്നത്? അപ്പം ഇതിനിടയ്ക്കൊരു കടപ്പാട് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദ്, അദ്ദേഹം എനിക്കും ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഖിറാഅത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മെനിഞ്ഞാന്ന് ഞാൻ കേട്ടപ്പോൾ, ശനിയാഴ്ച ഞാൻ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ശകലം അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിൽ എന്നെക്കുറിച്ചുള്ള പരാമർശമുണ്ടെന്നും ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾ അത് ഓതുമെന്നും ആയിഷ പറയാറുണ്ട് എന്ന് പറയും. അപ്പോഴാണ് ആയിഷയെക്കുറിച്ചുള്ള ആ ആയത്ത് ഞാൻ അന്വേഷിച്ചു പോയതും എനിക്ക് ഓർമ്മയിലുള്ളതുമായ അപവാദം വീണ്ടും പഠിക്കാൻ ഇടയായി. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഒരുപാട് വായിച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, 2 ദിവസമായി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹാരിസ് സുൽത്താൻ, പാകിസ്ഥാനിയായ ഹാരിസ് സുൽത്താൻ്റെ ഒരു വീഡിയോ ഇവരുടെ ഈ സെക്സ് സ്കാൻഡലുമായി ബന്ധപ്പെട്ട്, അഡൾട്ടറി ആയി ബന്ധപ്പെട്ട് ഒരു 16 മിനിറ്റുള്ളൊരു വീഡിയോ, അതാണ് എൻ്റെ കടപ്പാട് അറിയിക്കാറുള്ളത്. ഞാൻ ഹാരിസ് സുൽത്താന് കടപ്പാട് അറിയിച്ചുകൊണ്ടാണ് തുടർന്ന് അങ്ങോട്ട് പറയുന്നത്. അങ്ങനെ ഇവര് ബനു അൽ മുസ്തലിഖിൽ നബിയുടെ കൂടെ യുദ്ധവേളയിൽ പോയപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത് ഹൗദ എന്നൊരു പല്ലക്ക് പോലത്തെ ഒരു സാധനം ഒട്ടകത്തിൻ്റെ പുറത്ത് നിരുത്തി കൊണ്ടുപോകും. അങ്ങനെ പോയിട്ട് വരുമ്പോഴോ പോകുമ്പോഴോ സംവാട്ട് എന്തുപറ്റി, ഇവർക്കൊന്നു കക്കൂസിൽ പോകാൻ തോന്നും. അവർ അനുചരന്മാരോട് ഈ ഒട്ടകത്തിൽ നിന്ന് ഈ ഹൗദ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇവർ വെളിക്കിറങ്ങാൻ പോയി. വെളിക്കിറങ്ങിയിട്ട് തിരിച്ചു വന്ന് പല്ലക്കിൽ കയറിയപ്പോൾ, ഹൗദയിൽ കയറിയപ്പോൾ മാല നഷ്ടപ്പെട്ട കാര്യം ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും ഈ അനുചരന്മാർ ഇവരെ ഈ ഹൗദയോടുകൂടി പൊക്കി വയ്ക്കാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് ഇവർ മാല അന്വേഷിച്ച് ചാടി ഇറങ്ങിയിരുന്നു.
ഇവിടെ പ്രസക്തമായ ഒരു കാര്യം, ഈ പല്ലക്ക് ചുമക്കുന്ന 3 പേർക്ക് ഇതിനകത്തിരിക്കുന്ന സ്ത്രീയെ നോക്കാൻ പാടില്ല. സ്ത്രീയെ പരപുരുഷന്മാർ നോക്കാൻ പാടില്ല. ഈ കഥയുടെ അടിസ്ഥാന ഹേതുവായി പറയുന്നത് ഈ കാടൻ നിയമമാണ്. അന്നവർ നോക്കിയിരുന്നു എങ്കിൽ ഹൗദ പൊക്കി ഒട്ടകപ്പുറത്ത് വെക്കുമ്പോൾ ആയിഷ ഇല്ല എന്നും ആയിഷ വരട്ടെ എന്ന് കാത്തു നിൽക്കുകയും ഈ അപവാദ കഥ ഒഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ നോക്കാൻ പാടില്ല എന്ന രാജാവിൻ്റെ കർക്കശ നിർദ്ദേശം തലയെ ഓർത്ത് അവർ അതുപടി അനുസരിച്ചതുകൊണ്ട് ഇതിനകത്ത് ആയിഷ ഉണ്ട് എന്ന് കരുതി. അപ്പം അവരുടെ പ്രായം 9 അല്ലെങ്കിൽ 19, ആകെ 30 കിലോയോളം വരുമെന്നാണ് ഒരു കണക്ക് കൂട്ടൽ. അപ്പം 3 പേര് പൊക്കുമ്പോൾ 30 കിലോ ഭാഗം 3 = 10 കിലോ. അപ്പൊ അറിയില്ല അകത്ത് ആളുണ്ടോ ഇല്ലേന്ന്, നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവർ പൊക്കി യാത്ര തുടർന്ന് ചെന്നപ്പോൾ ആയിഷ ബി തിരിച്ചു വന്നപ്പോൾ ഹൗദയും ഒട്ടകവും അനുചരന്മാരും ഒക്കെ പോയി കഴിഞ്ഞു. ബുദ്ധിയുള്ള സ്ത്രീ ഇനി ആരെങ്കിലും വരുമെന്ന് കരുതി തന്നെ അവിടെ കാത്തിരുന്നു. അവിടെയാണ് അവരുടെ ബുദ്ധി. പരിഭ്രാന്തയായി അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ യാത്ര തുടർന്നില്ല. ഈ വഴിയിലാണ് സാർത്ഥവാഹക സംഘം അല്ലെങ്കിൽ കൊള്ള മുതൽ തേടിയുള്ള സംഘത്തിൻ്റെ ബാക്കിയുള്ളവർ വരും, അതുകൊണ്ട് ആരെങ്കിലും വരും എന്ന് നിശ്ചയിച്ചുകൊണ്ട് അവർ അവിടെ കാത്തിരുന്നു. അപ്പം ഈ യുദ്ധത്തിന് പോകുന്ന സംഘം തിരിച്ചു വരുമ്പോൾ അവസാനം ഒരാൾ വരും. കാര്യം വഴിക്ക് എന്തെങ്കിലും ആരെങ്കിലും മറന്നു വെച്ചുവെങ്കിൽ അതൊക്കെ തേടിപ്പിടിച്ച് നഷ്ടപ്പെട്ടു പോയതൊക്കെ കളക്ട് ചെയ്ത് വരാനായിട്ട്. അപ്പം അങ്ങനെ സഫ്ആൻ അൽ സലാമി എന്നയാൾ വന്നപ്പോൾ ഇവരെ കണ്ടു. ഇവർ ഫർദയിലാണെങ്കിലും ഫർദ സമ്പ്രദായത്തിന് മുമ്പ് ആയിഷയെ ഈ മർവാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്നത് തിരുനബിയുടെ ഭാര്യയും തൻ്റെ അൽ ഉമ്മ എന്ന് കരുതിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അവരെ തൻ്റെ ഒട്ടകത്തുപുറത്ത് കയറ്റി അദ്ദേഹം ഒട്ടകത്തെ ആനയിച്ചു. അദ്ദേഹം നടക്കുകയായിരുന്നു. അതാണ് കഥ പറയുന്നത്. അങ്ങനെയാണ്, കേൾക്കാൻ ഇമ്പമുള്ള കഥയാണല്ലോ. അപ്പം ചെറുപ്പക്കാരിയായ സുന്ദരിയായ രാജാവിൻ്റെ ഭാര്യ, ഭൃത്യൻ വടിയിൽ തങ്ങിപ്പോയ രാജ്ഞിയെ, ഉമ്മയെ, ആയിഷയെ, ചിന്താപിഷ്ടയായ ആയിഷയെ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി ഇരുത്തി അല്ലെങ്കിൽ കയറി ഇരുന്ന് അദ്ദേഹം നടന്ന് ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. ഇതേ തുടർന്ന് ആയിഷയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അവരെ കിടപ്പിലായി. സാധാരണ ഇവര് എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടപ്പിലായി കഴിഞ്ഞാൽ നബി വന്നു വളരെയധികം പരിചരിക്കും. കാര്യം ഇവർ ചെറുപ്രായം, സുന്ദരി, ബുദ്ധിശാലി ഒക്കെ ആയതുകൊണ്ട് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ് ആയിഷ. ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ആയിഷയുടെ. അപ്പം പരിചരണം ഭയങ്കരമായും അടിപൊളി പരിചരണമായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ആ പരിചരണമൊന്നും ഉണ്ടായില്ല. അപ്പം ആയിഷ ആലോചിച്ചു, എന്തു പറ്റി, നബിക്ക് എന്തു പറ്റിയത്? ഈ ക്രിസ്മസിൻ്റെ എന്താ പറയുക, വരവ് വിളിച്ചറിയിച്ചു കൊണ്ടുള്ള സംഘത്തിൻ്റെ ബാൻഡാണ് കേൾക്കുന്നത്. സഹിക്കാം, നിർത്താൻ എനിക്ക് പറ്റില്ല, ഫ്ലോ കിട്ടില്ല. അതുകൊണ്ട് അവരടിക്കട്ടെ, ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ, രാത്രിയാണെങ്കിൽ തന്നെ. അപ്പം അസുഖബാധിതയായ ആയിഷയെ വേണ്ടുവോളം സ്ഥിരമായി പരിചരിക്കാറുള്ള നബി തിരിഞ്ഞു നോക്കി. ആയിഷയ്ക്ക് വലിയ പ്രയാസമാണ്. അപ്പം ഉമ്മയും വാപ്പയും ഒന്നും പറയുന്നുമില്ല. വെളിയിൽ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ, ഇവർ മർവാനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഒരു അപവാദ കഥയങ്ങ് പ്രചരിച്ചു. കാരണം ഒരു രാത്രി ഒരു വൃദ്ധന്റെ ഭാര്യ, ചെറുപ്പക്കാരി, ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒരു രാത്രിയിൽ ഒരു യാത്രയിലേക്ക് കഴിഞ്ഞു വരുമ്പോൾ
ഉണ്ടാകുന്ന സ്വാഭാവികമായ മനുഷ്യന്റെ അപവാദത്വര അവിടെ ഉണ്ടായി. ഇനി അവർ ബന്ധപ്പെട്ടോ? ബന്ധപ്പെട്ടോട്ടെ. ബന്ധപ്പെട്ടില്ലേ? വേണ്ട. അത് പഴങ്കഥയാണ്. നിങ്ങളെയോ എന്നെയോ ബാധിക്കുന്ന പ്രശ്നമല്ല, അന്നത്തെ ആരെയും ബാധിക്കുന്ന, ഈവൻ നബിയെ പോലും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. നബിയും സഫ്വാനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അപവാദം. അങ്ങനെ ബന്ധപ്പെടാൻ സഫ്വാനും ആയിഷയ്ക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. നബി അറിഞ്ഞാൽ അത് സഹിക്കണം. നബിയെ ആയിഷ അറിയിക്കണം മര്യാദയ്ക്ക്. ഒരു പങ്കാളി എന്ന നിലക്ക് ഞാൻ ഇന്ന ആളുമായി ബന്ധപ്പെടാൻ പോകുന്നുവെന്നോ ബന്ധപ്പെട്ടുവെന്നോ പരസ്പരം അങ്ങോട്ടും. അപ്പം നബി ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെടും. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഉസ്താദ് പറഞ്ഞല്ലോ, ദമ്പതികൾ നടന്നു പോകുമ്പോൾ നബിക്ക് ഭാര്യയോട്, ആ ദമ്പതിമാരിലെ സ്ത്രീയോട് ആഭിമുഖ്യം തോന്നിയാൽ ഭർത്താവ് ഉടനെ മൊഴി ചൊല്ലണം. ഉസ്താദ് പറഞ്ഞതാണ്. ഇപ്പൊ നബിക്ക് എന്തുമാകാം. ആയിഷയ്ക്ക് ഇവിടെ അപവാദമുണ്ടായപ്പോൾ എന്തു പറ്റി? നബിക്ക് സംശയമുണ്ടാകുകയും ആയിഷയെ പതിവിന് വിപരീതമായി എന്ത് ചെയ്തു? പരിചരിച്ചില്ല. ഇദ്ദേഹം അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടായി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ചെറുപ്രായമല്ലേ, കുട്ടിയല്ലേ, UP സ്കൂള് വിദ്യാർത്ഥിയല്ലേ, കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട്. ഇവര് പെണ്ണ് കാണാൻ പോയപ്പോൾ പാവയുമായി കളിച്ചിരുന്നു. ഹദീസുകൾ പറയുന്നത് നമ്മളൊന്നും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, അറിയേണ്ട കാര്യവുമില്ല. ഹദീസുകൾ പറയുന്നതാണ്. ഹദീസിന് വിട്ടൊരു കളി നമുക്ക് പണ്ടേ, അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നതുകൊണ്ടാണ്. അങ്ങനെ കളിക്കാൻ പാവയുമായി നബി വന്നില്ല. എന്തേ ഇന്നും വന്നില്ല എന്ന് പാട്ടും പാടി ആയിഷ വളരെ ദുഃഖിതയായിരുന്നപ്പോൾ ആയിഷയുടെ ഉമ്മ നബിയുടെ വീട്ടിൽ വന്ന് ആയിഷയെ പരിചരിച്ചപ്പോൾ നബി വന്ന് ഗൗരവത്തിൽ ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട്? അടുത്തിരുന്ന് പരിചരിക്കുന്ന ആളാണ് വളരെ ഗൗരവ രൂപത്തിൽ പറഞ്ഞത്, ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ആയിഷ അല്ലെങ്കിൽ ആയിഷയുടെ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്, പരിചരണത്തിന് അവിടെ നല്ല സൗകര്യമുണ്ട്. നബിയോട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. നബിയുടെ മനോഭാവത്തിന്റെ എന്താ പറയുക പ്രതിഫലനങ്ങളാണ്, മിറർ ഇമേജാണ് നമ്മൾ കാണുന്നത്. അതായത് പരിചരണമുണ്ടായില്ല, സംസാരമുണ്ടായില്ല. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, നബി ആയിഷയുമായി വഴക്കിന് പോയതേയില്ല, എന്തെന്നും പോലും ചോദിച്ചില്ല. അതൊരു ഉത്കൃഷ്ട സ്വഭാവമാണ്. ബോധമുണ്ടായപ്പോൾ അടിക്കാനും പിടിക്കാനും ബഹളം ഉണ്ടാക്കും, തലാക്ക് ചൊല്ല, അങ്ങനെ ഒന്നും നബി പോയില്ല. നബി അപകർഷാബോധത്തോടു കൂടി തന്നെ നബി എന്ത് ചെയ്തു? ഉൾവലി. അങ്ങനെ ഉണ്ട്, ഇപ്പോ ഞങ്ങൾക്ക് വീട്ടിൽ അന്ന് പൊയ്ക്കോ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അവരെ വീട്ടിലേക്ക്. ഇതിനിടയ്ക്ക് പ്രധാനമായ ഒരു സംഭവം, അന്നത്തെ സമൂഹത്തിൽ ഒരാളുടെ ഭാര്യയെക്കുറിച്ച് ഒരു അഡൾട്ടറി അപവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അയാളുടെ പൗരുഷമാണ്, ആണത്വം. ആണത്വം, അയ്യോ വലിയ കാര്യമാണത് കേട്ടോ. ആണത്വം, പെണ്ണത്വം, ആണത്വം, കന്യാകത്വം, കത്വം, കൊത്വം, തത്വം. അങ്ങനെ നബിയുടെ ആണത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നബിക്കാകെ പ്രയാസമായി. ഒന്ന്, തൻ്റെ ഇഷ്ടഭാര്യ, അവരെക്കുറിച്ച് അപവാദം, ചെറുപ്രായം, തനിക്ക് മുന്തിയ പ്രായം, രാത്രിയിലെ യാത്ര, അപവാദങ്ങൾ, പ്രയാസങ്ങൾ. ഇവളാണെങ്കിൽ ഒന്നും പറയുന്ന കരഞ്ഞുകൊണ്ടേയിരിക്കും. അപവാദം പറഞ്ഞതാരൊക്കെയാണ്? അബ്ദുല്ല ബിൻ ഉബൈദ്, മിസ്ത, ഹംനാദ് ബിൻ ജയ്ഷ്. ഈ ഹംനാദ് ബിൻ ജയ്ഷ് എന്ന് പറയുന്ന ആൾ മറ്റൊരു വിവാദ ഭാര്യയായ സൈനബിൻ്റെ സഹോദരനാണ്. അവിടെ ഞാൻ എൻ്റെ അഭിപ്രായം തിരികെ കയറ്റാം. ഈ സൈനബയെ വിവാഹം കഴിച്ചത് മറ്റൊരു കഥയാണ്. നമുക്കതൊരു മറ്റൊരു അവസരത്തിൽ വളരെ സമുചിതമായി തന്നെ വിവരിക്കാം. തൽക്കാലം അത് വളർത്തുമകൻ്റെ ഭാര്യയാണ്. അവരുടെ കുളിസീൻ കണ്ടിട്ടാണ് നബിക്ക് ഇരിക്കപ്പുറതയില്ലാതെ വളർത്തുമകനെ കൊണ്ട്
തലാക്ക് ചൊല്ലിച്ചിട്ടാണ്. അപ്പൊ അള്ളാഹുവാണ് അവിടെയും ഇവരെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത്. ഇവർ പറയാറുണ്ട്, ഈ സൈനബ്, നിങ്ങളെയെല്ലാം നിങ്ങളുടെ വാപ്പമാരാണ് നിക്കാഹ് ചെയ്തതെങ്കിൽ എന്നെ അള്ളാഹുവാണ് നബിക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തതെന്ന് വളരെ മഹിമത്വത്തോടു കൂടി, വളരെ അലങ്കാരത്തോടു കൂടി, ആർജവത്തോടു കൂടി, മഹിമയോടുകൂടി അവർ അവകാശപ്പെടുമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു സംശയം, നബി വരവ് അളിയനാണ്, സെക്കൻഡ് അളിയനാണ്. സെക്കൻഡ് അളിയന്റെ ഭാര്യയോട് ചെറുപ്പക്കാരി, പ്രത്യേകിച്ച് ഇവരെക്കാളും സ്നേഹക്കൂടുതലുള്ളത് കൊണ്ട് ഈ ഹംനാദ് ബിൻ ജയ്ഷ് മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള കഥയെ അങ്ങ് പെരിപ്പിച്ചങ്ങ് അടിച്ചു കാച്ചിയതായിരിക്കാം എന്നൊരു സംശയം. അപ്പം ഇതിന് അനുകൂലമായ സഹാബാക്കൾ എപ്പോഴും ഉണ്ടാകുമല്ലോ. അവർ പറഞ്ഞത് ഇവന്മാരൊക്കെ ഹസ്രജ് തുടങ്ങിയ ട്രൈബിലുള്ളവന്മാരാണ്. അവിടെ ഈ ഗോത്രത്തെ വെച്ചുള്ള എന്താ പറയുക, ട്രോളിങ്ങും പിന്നെ ചാപ്പയടിയും ഉണ്ടാവും. അങ്ങനെ ഇവര് ഹസ്രജ് ട്രൈബാന്ന് ചാപ്പയടിയുണ്ട്, കള്ളം പറയുന്നവന്മാരാണ്. അതുകൊണ്ട് ഇവന്മാരെ കള്ളം പറയുന്നു എന്ന്. ഇതിനിടയ്ക്ക് നബി പരിഭ്രാന്തനായി പലരോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഇരിക്കെ തൻ്റെ മരുമകനും വിശ്വസ്തനും അനിയനും ഒക്കെ ആയ അലിയോട് ചെന്ന് ചോദിച്ചു, അലി ഇങ്ങനെയുണ്ടല്ലേ, എന്തു ചെയ്യാം നമുക്ക്, നിനക്ക് എന്താ അഭിപ്രായം? അലി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ രാജാവാണ്, നബിയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്, അവളെ കളയുക, അവർക്ക് അപവാദം ഉണ്ടെങ്കിൽ ലീവ് ഹർ, ഉപേക്ഷിക്കൂ. അലിയുടെ ഉപദേശം ഇത് അലിയും ആയിഷയും തമ്മിലുള്ള റിഫ്റ്റിന്റെ കാരണങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു കാരണമായി ഞാനൊന്ന് കരുതിക്കൊള്ളേ. അത് എൻ്റെ ഒരു അവകാശമുണ്ട്. കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ എൻ്റെതായ കുത്തിത്തിരിപ്പുകൾ ആകാമല്ലോ, എനിക്കും കുത്തിത്തിരിപ്പ്, ഒരല്പം കുത്തിത്തിരിപ്പ്. അപ്പം അലിക്ക് ആയിഷയോടോ ആയിഷയ്ക്ക് അലിയോടോ വിരോധമുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് നബിയുടെ ഈ അന്വേഷണാത്മക അന്വേഷണത്തിൽ അലി ഇട്ട് വെച്ച പാരയാണ്. എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുമല്ലോ, പോവാൻ പറ, അവൾ എന്തോ ചെയ്തോട്ടെ, ലീവ് ഹർ, ലെറ്റ് ഹർ അലോൺ, പോയി പണി നോക്കട്ടെ എന്ന് അലി പറഞ്ഞപ്പോൾ നബി ഇതൊക്കെ കേട്ട് വളരെ പ്രയാസപ്പെട്ടവനായി. ഇതൊക്കെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നബിയുടെ ഈ സംശയത്തിന്റെ മുന അദ്ദേഹത്തെ നേർക്കു തിരിഞ്ഞത് ഒരു മാസം. ആയിഷയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഉലച്ചിൽ തട്ടി. അവര് കരഞ്ഞു കരഞ്ഞു വിവശയായി. അങ്ങനെ ഇരിക്കെ അലി എന്ത് ചെയ്തു, ഈ ആയിഷയെ ഏൽപ്പിക്കാനായി ഒരു അടിമപ്പെണ്ണിനെ ഏൽപ്പിച്ചു. നബി അലിയോട് ചോദിച്ചപ്പോൾ ഈ പെണ്ണിനെ വിളിച്ചു വരുത്തി ശരിക്കും അങ്ങ് ആ പെണ്ണിനെ അലി അങ്ങ് മതിച്ചു. ഉള്ളത് പറയണേ, ഉള്ളത് പറയുന്നു, അടിച്ചു വിവശയാക്കി. അപ്പം സാധാരണഗതിയിൽ അടിമത്വം പാടില്ല എങ്കിലും ഞങ്ങൾ ഇസ്ലാമിലെ അടിമത്വം വളരെ ശ്രേഷ്ഠമാണെന്നും അടിമ സ്ത്രീക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നും ഇഷ്ടമുള്ളത് കഴിക്കാമെന്നും എന്നൊക്കെ മഹിമ പറയും. അങ്ങനെ മഹിമ പറയുന്ന കൂട്ടത്തിൽ ഭാര്യയെ പോലെ അടിമ സ്ത്രീയും തല്ലാമെന്നാണ് അലി കരുതിയത്. അങ്ങനെയാണ് മർദ്ദനം കർക്കശമായ രീതി, ഉള്ളത് പറവണ്ണേ. ഇവിടെ മുഹമ്മദ് നബി ഇത് കണ്ടു രസിച്ചിരിക്കുകയായിരുന്നു. നീ അവളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിട് എന്ന് നബി പറഞ്ഞില്ല. നബിക്ക് അവളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, അവൾ എന്തെങ്കിലും പറയണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞു, എനിക്കറിയാവുന്ന ആയിഷ സംശുദ്ധയാണ്, നല്ലവളാണെന്ന്, അല്ലാതെ ആ അടിമ ഒന്നും പറഞ്ഞില്ല. അപ്പം അവളെന്തു പറഞ്ഞോ പറഞ്ഞില്ലേ, ആയിഷ അപവാദത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ അതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ പ്രധാനമായി ഒരു അടിമ പെണ്ണിനോട് അവളെ മർദ്ദിച്ചവശയാക്കുമ്പോൾ നബി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവളിൽ നിന്നും എന്തെങ്കിലും വർത്തമാനമോ കിട്ടുമോ എന്ന് നബി അവിടെ നിലപാടെടുത്തു. നബി ആരോപണം വിശ്വസിച്ചിരുന്നു. അതാണ് ഈ സംഭവം അടിവരയിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ നബി ആയിഷയെ കാണാൻ പോയി. ആയിഷയോട് ചോദിച്ചു, എന്താ മോളെ, അള്ളാഹുവാണ് സത്യം,
അള്ളാഹു സത്യം പറയും. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. നിങ്ങൾക്കും എനിക്കും പ്രായവ്യത്യാസമുണ്ട്, അതൊക്കെ ഓക്കെ. ബട്ട് ഞാൻ അഡൾട്ടറിക്ക് വിധേയനായിട്ടില്ല, എനിക്കിഷ്ടമില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സംശുദ്ധയാണ്, അഗ്നി പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറാണ്. സീതയെപ്പോലെ, സീതാദേവിയെപ്പോലെ. ഈ ദേവിമാരുടെയൊക്കെ ഒരു ഗതികേട്, ഈ കള്ള പുരുഷന്മാരുടെ അഗ്നി പരീക്ഷകളുടെ തോതും രീതിയും കടുപ്പവും വലിപ്പവും ഒക്കെ നോക്കണം. പക്ഷേ സീതാദേവിയെ രക്ഷിക്കാൻ അഗ്നികുണ്ഡത്തിലേക്ക് ചാടേണ്ടി വന്നെന്നല്ലേ കഥ. പൂർണ്ണ രൂപം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അള്ളാഹു കണ്ട് സഹിച്ചില്ല. അള്ളാഹുവിന് പല കാര്യവും സഹിക്കില്ല. കുളിസീൻ കണ്ട് വിഷണ്ണനായ മുത്തിന് ഉടനെ തന്നെ ഒരു ആയത്തങ്ങിറക്കി കൊടുത്തു. എന്നാ പിടിച്ചോ, നീ അവളെ പിടിച്ചോ, ഞാൻ നിനക്ക് അവളെ 48 മഹർ കാശിന് വേണ്ടി നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു. നിക്കാഹ ഓക്കെ, സംഗതി ശുഭം. ഇവിടെ നബി പറഞ്ഞു, ഐഷേ സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. അള്ളാഹു പറയുന്നു, നീ പവിത്രയാണ്, ചാരിത്രവതിയാണ്. പണ്ടൊരു ദൈവം മറിയാമ്മയ്ക്ക് ഗർഭം കൊടുത്തു, ഓർമ്മയുണ്ടല്ലോ. ഈ ദൈവത്തിന്റെ പണി നോക്കണേ. ഒരു പെണ്ണിനു വേണ്ടിയും ദൈവം ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല, കിതാബിൽ ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾ ഓതത്തക്ക രീതിയിൽ ഇവൾ പരിശുദ്ധയാണ്, ചരിത്രവതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത് സൂറത്തിൽ 100 എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് അത് പരാമർശിക്കപ്പെട്ടു. അള്ളാഹു ഒരു പെണ്ണിനു വേണ്ടിയും പിന്നീടോ മുമ്പോ രംഗത്ത് വന്നിട്ടില്ലെങ്കിലും നബിയുടെ ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന് അമിതമായ ആസക്തി ഉണ്ടെന്ന് ആയിഷ എന്നെ പിന്നീട് പറഞ്ഞു. ആയിഷയ്ക്ക് ഇതിന് സഹിച്ചു ഇല്ല. നിങ്ങളുടെ റബ്ബിന് എന്താണ് നിങ്ങളുടെ ഈ കാമകേളികളിൽ ഇത്രയും താല്പര്യം എന്ന് ആയിഷയ്ക്ക് തന്നെ പണ്ട് ചോദിക്കേണ്ടി വന്നെങ്കിൽ, അപ്പൊ ഇവിടെ 3 സാക്ഷികളാണ് ഇവിടെ ഹാജരായത്. നബിയെ ആകെ അലോത്സപ്പെടുത്തിയത് അള്ളാഹു എന്ന് പറയാനുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരുത്തന്റെ ഭാര്യ മറ്റൊരുത്തരെ തേടിപ്പോയി എങ്കിൽ, ഇപ്പം എൻ്റെ ചെറുപ്രായത്തിലൊക്കെ, ഞാൻ പ്രായമായപ്പോൾ ഏതെങ്കിലും ദമ്പതിമാർക്ക് കുട്ടികളുണ്ടെങ്കിൽ നാട്ടിലെ കശ്മലന്മാർ പറഞ്ഞു പറത്തുന്നത് അവന് കഴിവില്ല എന്നേ പറയൂ. രണ്ടിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ട്, അതൊന്നും വിഷയമല്ല. അവന് കഴിവില്ല, മാറ്റിക്കെട്ടിക്കുകയാണെങ്കിൽ ഇപ്പൊ പെറ്റിരിക്കും എന്ന് പറയും. എത്ര ബോസ്ക് പിടിച്ച വർത്തമാണ്. അതുപോലെ തന്നെയാണ് നബിയുടെ കാര്യത്തിൽ നബിയുടെ പൗരുഷത്തെ ആളുകൾ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് പ്രായമായി, കൊച്ചുകുട്ടിയാണ് അവള്, ഇദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ നബിക്ക് അത് സഹിക്കാനൊക്കാത്ത കാര്യം. അപ്പോഴാണ് അള്ളാഹ് സടകുടഞ്ഞെണീറ്റത്. പരിശുദ്ധയാണ്, ചരിത്രവതിയാണ്, നിന്റെ മാൻഹുഡിന്, നിന്റെ പൗരുഷത്തിന് ഒരു കുഴപ്പവുമില്ല മുഹമ്മദേ എന്ന് നീ അള്ളാഹു അങ്ങ് മൊഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഈ 3 പേരെയും പിടിച്ച് 80 അടി അടിക്കാനായിട്ട് ഉത്തരവിട്ട് ഈ പാവങ്ങൾ 80 അടി ഏറ്റുവാങ്ങിച്ചു. ചുരുക്കത്തിൽ ചിന്താവിഷ്ടയായ ആയിഷ അഗ്നിശുദ്ധി വരുത്തി പരിശുദ്ധയായി മാറി ഉമ്മുൽ മുഅ്മിനീനായി തുടർന്ന് ഇന്നും ഖുർആനിൽ ഓതപ്പെടുമ്പോൾ ആ പാവങ്ങൾ 80 അടി അകാരണമായി ഏറ്റുവാങ്ങി. ഇവിടെ അലിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അലി ഭയങ്കര ചട്ടമ്പിയാണ്, ഉമറും ഭയങ്കര ചട്ടമ്പിയാണ്. ഇവര് 4 പേര് റഷീദുൽ ഖലീഫ എന്നൊക്കെ പറയും. ഒരു ഭയങ്കര ഖലീഫയിൽ ഭയങ്കരന്മാരാണ്, ഭയങ്കരന്മാരാണ്. മഹത്വമുള്ളവരാണ്. അതിൽ അബൂബക്കർ കുറച്ച് മര്യാദക്കാരനൊക്കെ ആയിരുന്നുവെങ്കിലും നബി മരിച്ച ശേഷം ഈ എന്താ പറയുക, പിടിച്ചെടുക്കൽ യുദ്ധത്തിലൊക്കെ കൊതി പൂണ്ട് അദ്ദേഹമാണ് പിന്നീട് പിടിച്ചെടുക്കൽ വ്യാപിച്ച് അങ്ങോട്ട് തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള തുടക്കക്കാരനായിട്ട് നബിക്ക് ശേഷം. പക്ഷെ അലിയും ഉമറും ഭയങ്കര ചട്ടമ്പിമാരാണ്. ഒരു ചട്ടമ്പിയോടെ ഉണ്ടായിരുന്നു, അബൂജഹൽ. നബിക്ക് ഇഷ്ടം ഉമർ അല്ലെങ്കിൽ അബൂജഹൽ തൻ്റെ പക്ഷത്തേക്ക് വരുന്നതാണ്. അപ്പം ഉമറാണ് അള്ളാഹു നിശ്ചയിച്ചിട്ട് കൊടുത്തത്. അതുകൊണ്ട്
മറ്റേ അബൂജഹലിനെ കൊന്നു, യുദ്ധത്തിലങ്ങ് തട്ടി. അത് പോട്ടെ. അങ്ങനെ ഇരിക്കെ ഇതിൽ ഉസ്മാൻ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഭയങ്കര കറപ്റ്റാണ്, അഴിമതി വീരനാണ്. അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതിരിക്കട്ടെ, നമുക്കത് കഥയിലേക്ക് പിന്നീട് വരും. നമ്മുടെ ഒരു ദിവസം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ്റെ ഗാങ്ങത്തക്കരെക്കുറിച്ചും ഉസ്മാൻ്റെ അതിൻ്റെ പറയുകയാണെങ്കിൽ പാവത്തിൻ്റെ ഇവിടുന്ന് കുത്തി ഇവിടുന്ന് വാൾ വെളിയെടുത്തു. ഭയങ്കര കഥയാണ്. നമുക്കത് പിന്നീട് ആ ഒരു കഥ പറയാം. രസാഭാവമായൊരു കഥ വിശദമായി തന്നെ നമുക്കത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലമായി പഠിക്കുന്നു. നമ്മുടെ എന്താ പറയുക, യാസിർ ഖാദി എന്നൊരു ഇസ്ലാമിക പണ്ഡിതൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരുപാട് സിറകൾ, കഥകൾ, അങ്ങനെ ഞാനൊരു രസാപൂരം അദ്ദേഹത്തിൻ്റെ അസാസിനേഷൻ ഓഫ് ഉസ്മാൻ എന്നുള്ളത് ഞാൻ ഒരു 4-5 തവണ കേട്ടു. 2-3 പാട്ടായിട്ട് കേൾക്കാൻ ബഹുരസമാണ്. കഥകൾ, സംഭവ വികാസങ്ങളെ വളരെ നല്ല രീതി അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം ഇൻഷാ അല്ലാഹ്. അപ്പം ഖുർആൻ ആയത്ത് വന്നപ്പോൾ ഒരു ഭേദഗതി കൂടെ വന്നു. ഇവിടെ 3 പേരല്ലേ സാക്ഷി പറഞ്ഞത്, പോരാ. അപവാദ കഥയ്ക്ക് 4 സാക്ഷികൾ. എങ്ങനെ? ഒരു സ്ത്രീയും പുരുഷനും വൈവാഹിതേര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 4 സാക്ഷികളെ നിർത്തി ചെയ്യുക. എന്റെ പൊന്ന് റബ്ബേ, എങ്ങനെ സഹിക്കും ഇത്? അപവാദ കഥയ്ക്ക് 4 ദൃക്സാക്ഷികൾ വേണമെന്ന നിബന്ധന അവിടെ വന്നു. അപ്പം ഹാരിസ് സുൽത്താൻ ഒരു കഥ പറഞ്ഞാണിത്. ചിരി തികട്ടി വരികയാണ് കേട്ടോ. ഈ 4 സാക്ഷികളെ നിർത്തേണ്ട കഥ ആലോചിച്ചപ്പോൾ ഈ പുത്തിരിങ്കെട്ടെന്ന് ഒരു കഥ പറയാറുണ്ട്, ചെറുതായിട്ട് പറഞ്ഞു നിർത്താം. അവിടെ ഈ വേശ്യാവൃത്തി നടക്കും. അപ്പം ഇത് പൈസ ഇല്ലാത്തവർ കണ്ടു നിൽക്കാം. ഇപ്പോഴല്ല, പണ്ട് രാജഭരണകാലത്ത് പുത്തിരിക്കണ്ടം, തിരുവനന്തപുരത്തെ പുത്തിരിക്കണ്ടം. ഇപ്പം അവിടെ മൈതാനമൊക്കെ വളരെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വേശ്യകൾ വന്ന് രാത്രി കാത്തു നിൽക്കുകയും, ഞാനത് മോശമായി പറയുകയല്ല, ആവശ്യക്കാർ അവിടെ വരികയും കാശ് കൊടുത്ത് ഈ പോലീസ് വരുമ്പോൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന എഡിറ്റ് ഓടും. പോലീസിന് ആരെങ്കിലും പിടിക്കണമല്ലോ, നോക്കി നിന്നവനെ പിടിക്കും. അപ്പം തമിഴിലൊരു ചൊല്ലുണ്ട്, ഓത്തവനക്ക് ഒന്നുമില്ല പാത്തവനക്ക് 10 പടം എന്ന് വെച്ചാൽ പരിപാടി നടത്തിയവർക്ക് ഒന്നുമില്ല, നോക്കിക്കൊണ്ട് നിന്നവൻ 10 പണം ഗജനാമിന് കെട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കിക്കൊണ്ട് നിന്നവൻ 4 പേർ വേണമെന്നാണ് എന്ന് പറയുമ്പോൾ എന്താ പറയുക. ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥയാണ് ഈ പാത്തവനുക്ക് 10 പണം. അതുകൊണ്ട് ഹാരിസ് സുൽത്താൻ ഒരു കഥ പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതായത് 2001 നടന്ന സംഭവമാണ്. അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണ്. 2 ഫർദാധാരികളായ സ്ത്രീകളെ മുട്ടുകുത്തി ഇരുത്തിയിട്ട് അവരുടെ തലയുടെ ഇവിടെ വെച്ചിട്ട് പിസ്റ്റലിൻ്റെ കാഞ്ച് വലിക്കും. തലയും ബ്രെയിനും ചിതറിത്തെറിക്കുന്നതായിട്ടാണ്. ഇത് കൊലപാതകത്തിൻ്റെ സീൻ. അവർ ചെയ്ത കുറ്റം അഡൾട്ടറി, എന്താ, വൈവാഹിതര ബന്ധം. ആ 2 സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ ദൈവം വന്നില്ല. ദൈവം വരണം. ഇങ്ങനെ അഡൾട്ടറി എന്നത് ഒരു തെറ്റല്ല എന്ന സന്ദേശം ദൈവമേ നീ പറയുക. ഈ പാത്തവനുക്ക് 10 പണം അതൊരു ശരിയുള്ള ഏർപ്പുള്ള, പാർത്തവൻ കണ്ടവൻ പാവമാണ്. 4 സാക്ഷി നിർബന്ധമാണ്. മറ്റൊരു കഥയിലേക്ക് നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.